ഏകദേശം 120 പേരുള്ള ഒരു സംഘം കൂടിയിരിക്കുമ്പോൾ പത്രോസ് സഹോദരന്മാരുടെ നടുവിൽ എഴുന്നേറ്റിരുന്നു. അപ്പം യേശുക്രിസ്തു തെരഞ്ഞെടുത്ത അപ്പോസ്തലന്മാർ എത്ര പേരെ? 12 പേര്. പക്ഷെ ഒരുത്തൻ ഇവിടെ പോയി തൂങ്ങിച്ചത്തു. പക്ഷെ ഈ വാഗ്ദത്തം ഇവർക്ക് ലഭിക്കണമെങ്കിൽ ഈ 12-ാമനും കൂടെ വരണം. അപ്പം സഹോദരന്മാരേക്കുന്ന പുരുഷന്മാരെ, യേശുവിനെ പിടിച്ചവർക്ക് വഴി കാട്ടി ആയിത്തീർന്ന യൂദായെക്കുറിച്ച് പരിശുദ്ധാത്മാവ് ദാവീദ് മുഖാന്തരം മുൻ പറഞ്ഞ തിരുവെഴുത്തിന് നിവർത്തി വരുവാൻ ആവശ്യമായിരുന്നു. അവൻ ഞങ്ങളുടെ എണ്ണത്തിൽ ഉൾപ്പെട്ടവനായി ഈ ശുശ്രൂഷയിൽ പങ്ക് ലഭിച്ചിരുന്നുവല്ലോ. അവൻ അനീതിയുടെ കൂലി കൊണ്ട് ഒരു നിലം മേടിച്ച് തല കീഴായിട്ട് വീണ് നടുവെ പിളർന്നു. അവന്റെ കുടലെല്ലാം തുറിച്ചുപോയി. തുറിച്ചുപോയെന്ന് പറഞ്ഞാൽ പുറത്ത് വന്നതാ. കണ്ണ് തുറിച്ച് ഇരിക്കാന്ന് പറഞ്ഞാൽ പുറത്ത് പോകണമെന്നില്ലല്ലോ. ഇതെല്ലാം വയറ് പൊട്ടി പിള്ളി വന്ന് കാണും. എന്നാലും ഒരു ധാരണമായിരിക്കും ആദ്യം തന്നെ. പക്ഷെ ഇവിടെ പറയുന്നുണ്ട്, ഇവനെ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിച്ചവനാ. പക്ഷെ അവൻ അനീതിയുടെ കുറിച്ചാൽ സ്വന്തം രക്ഷകനെ ഒറ്റുകൊടുത്തവനാ. മനസ്സിലായില്ല? അപ്പൊ സുവിശേഷത്തിന്റെ പണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നവർക്കല്ലേ പ്രശ്നം വരും. അവരിപ്പോൾ അങ്ങനെ കാണുന്നില്ലെങ്കിൽ ന്യായവിധിയിലേക്ക് പോകും. എന്നാൽ സുവിശേഷം അറിയിക്കുന്നവർക്ക് പണം കൊടുക്കരുതെന്നല്ല, അവർ പണം മേടിക്കലെന്നല്ല. പക്ഷെ സുവിശേഷം ഉപജീവനത്തിനായിട്ട് പണത്തിന് വേണ്ടി കൂലിക്കായിട്ട് ചെയ്യുന്നവരല്ല കുറ്റക്കാരൻ. ഇപ്പം ഞാൻ സുവിശേഷം അറിയിക്കാൻ പോകുമ്പോൾ എനിക്ക് പോകാൻ പഠിച്ചാലും എനിക്ക് വീട്ടിൽ ഭക്ഷണം മേടിക്കണം. അതാരും തരണം? ഞാൻ പൂർണ്ണമായിട്ടും വേലയ്ക്ക് ഇറങ്ങിയവൻ. പക്ഷെ ഞാൻ കിട്ടാൻ വേണ്ടിയിട്ട് ഇറങ്ങിയവനാണെങ്കിൽ അത് കൂലിക്കാരനല്ലേ? അതാണ് വ്യത്യാസം.